ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൻ്റെ മുൻപാകെ വീണ്ടും അല്പസമയം നമുക്ക് ചിലവഴിക്കുവാൻ നമുക്ക് ഇങ്ങനെയൊരു അവസരം ദൈവം തന്നു. ഹഗ്ഗായിയുടെ പ്രവചനത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുൻപാകെ പറയാം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഹഗ്ഗായിയുടെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ദാര്യാവേശ് രാജാവിൻ്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായി ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായി യഹോസാദാക്കിൻ്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നിസ്സങ്കോചം വിളിച്ചു പറയുവാൻ നിയമിക്കപ്പെട്ടവനാണ്. പ്രവചനത്തിൻ്റെ പ്രഭവസ്ഥാനം ദൈവമാണ്. ഒരു പ്രവാചകൻ്റെ പ്രഥമമായ കർത്തവ്യം ജനത്തെ ഉപദേശിക്കുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ദൈവിക ശിക്ഷയുടെ കഠോരതയെക്കുറിച്ച് ജനത്തിന് ബോധം വരുത്തുക, മാനസാന്തരത്തിലേക്ക് ജനത്തെ ആഹ്വാനം ചെയ്യുക എന്നിവയാണ് അവരുടെ പ്രധാന ധർമ്മം. പേർഷ്യൻ രാജാവായ കോരേശ് ബാബിലോൺ പിടിച്ചെടുത്ത ശേഷം യഹൂദ ശേഷിപ്പ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുവാൻ അനുവാദം നൽകി എന്ന് എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. യഹൂദ ശേഷിപ്പ് സ്വദേശത്തേക്ക് മടങ്ങി വന്ന ശേഷം അവർ ആദ്യമായി യാഗപീഠം പണിതു. യെരുശലേമിൽ ആലയത്തിന് അവർ അടിസ്ഥാനമിട്ടു. എസ്രാ 3-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. എസ്രാ 4-ൽ ആ വേല എതിർപ്പ് മൂലം തടസ്സപ്പെട്ടു എന്ന് നാം കാണുന്നു. അതിന് സാത്താൻ വളരെ പരിശ്രമിച്ചു. 14 വർഷം കഴിഞ്ഞ് ഹഗ്ഗായിയെയും സെഖര്യാവിനെയും ദൈവം ആ വേല ചെയ്യുവാനായി അവരെ അയച്ചു. ഹഗ്ഗായി, സെഖര്യാവ്, മലാഖി എന്നിവർ ബാബേൽ പ്രവാസ അനന്തരം ഉള്ള പ്രവാചകന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഹഗ്ഗായിയുടെ പ്രവചനത്തിൽ 1-ന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്: സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. ഈ പ്രവചന ഗ്രന്ഥത്തിൽ, ഹഗ്ഗായിയുടെ പ്രവചന ഗ്രന്ഥത്തിൽ 25 പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നുവെന്ന്. പഴയ നിയമത്തിൽ 2500 പ്രാവശ്യം യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഹഗ്ഗായി എന്ന പേരിൻ്റെ അർത്ഥം ഉത്സവം അല്ലെങ്കിൽ
ആഹ്ലാദ പ്രകടനം എന്നാണ്. അവൻ്റെ സന്ദേശം എന്തായിരുന്നു? സൈന്യങ്ങളുടെ യഹോവ എന്ന സംബോധനയോടെയാണ് അവൻ്റെ സന്ദേശം ആരംഭിച്ചിരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല സൈന്യങ്ങളുടെയും നിയന്ത്രാവും സർവശക്തിയുടെയും സ്രോതസ്സുമായി ദൈവത്തെ ഹഗ്ഗായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനവും അധികാരമുള്ളതാണ്. പ്രകൃതി അവൻ്റെ വാക്ക് അനുസരിക്കുന്നു. സകല പ്രപഞ്ചവും ഒരു ദിവസം അവൻ്റെ കരത്താൽ ചലിക്കപ്പെടും. ഇതിൽ ഹഗ്ഗായി പ്രവചിച്ച 4 സന്ദേശങ്ങൾ കാണുവാനായിട്ട് കഴിയും ഈ പുസ്തകത്തിൽ. ഹഗ്ഗായിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ദൈവാലയത്തിൻ്റെ പുനർനിർമ്മാണമാണ്. കാരണം എന്താ? അത് ആരാധനയുടെ സ്ഥലമായിരുന്നു. അവിടെ യാഗങ്ങൾ അർപ്പിച്ച് ഇസ്രായേൽ ദൈവത്തെ ആരാധിച്ചു. അത് പ്രാർത്ഥനാ സ്ഥലമായിരുന്നു. ജനം അവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്ന് നമുക്കറിയാം. യെഹെസ്കേൽ 37:28 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യെഹെസ്കേൽ 37:28, എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. ദൈവാലയവും ഉടമ്പടിയും തമ്മിൽ ഗാഢമായ ബന്ധമുണ്ട്. യെഹെസ്കേൽ 37:26-27 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അവരോട് സമാധാന നിയമം ചെയ്യും, അത് അവർക്ക് ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും. ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. ഇതിൻ്റെ പുതിയ നിയമ സമാനത നമുക്ക് 1 കൊരിന്ത്യർ 3:16 വാക്യത്തിൽ കാണുവാൻ കഴിയും. അവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 14:3 വാക്യത്തിൽ, പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഹഗ്ഗായിയുടെ പ്രവചനം എന്തായിരുന്നു? ജനത്തിൻ്റെ മുൻഗണന എന്തിനാണെന്നാണ് ഹഗ്ഗായിയുടെ പ്രവചനം. എന്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്? അവരുടെ അനാസ്ഥ, ദൈവസേവ, ആരാധന എന്നിവയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഹഗ്ഗായി 1:2 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണല്ലോ, യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ല എന്ന് ഈ ജനം പറയുന്നുവല്ലോ. യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഇവിടെ ജനത്തിൻ്റെ കപടഭക്തിയും അവിശ്വാസവുമാണ് വെളിപ്പെടുന്നത്. ബില്ലി സാൻഡേഴ്സ് എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ പറയുകയുണ്ടായി, എ സ്കിൻ ഓഫ് റീസൺ സ്റ്റഫ്ഡ് വിത്ത് എ ലായി എന്ന് പറഞ്ഞാൽ ഒരു വ്യാജം കുത്തി നിറച്ച യുക്തിയുടെ തോൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യാജം അല്ലെങ്കിൽ കള്ളം, നുണ കുത്തി നിറച്ച യുക്തിയുടെ തോല്, അതത്രയോ ശരിയായിരിക്കുന്നു. അന്നും ഇന്നും ദൈവവേലയ്ക്ക് വിളിക്കപ്പെടുമ്പോൾ അത് മാറ്റിവെക്കുകയാണ് പതിവ്. ഇംഗ്ലീഷിൽ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റിവെക്കുക. തദ്ദേശീയരുടെ എതിർപ്പ്, ശമര്യരുടെ എതിർപ്പിനെക്കുറിച്ച് നമ്മൾ എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 3 മുതൽ വായിക്കുന്നുണ്ട്. അവരുടെ ചിന്ത എന്താണെന്നറിയാമോ?
കുറെ കൂടെ അനുകൂലമായ കാലത്തിനായി കാത്തിരിക്കുന്നത് നല്ലതാണെന്നാണ് അവർ കരുതിയത്. ഇതേക്കുറിച്ച് മാത്യു ഹെൻറി എന്ന് പറയുന്ന വേദവ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കുകയുണ്ടായി. അതിങ്ങനെയാണ് മാത്യു ഹെൻറി പറഞ്ഞിരിക്കുന്നത്: നമ്മുടെ കർത്തവ്യം അവഗണിക്കുന്നത് തെറ്റാണ്. നമ്മുടെ അവഗണനയ്ക്ക് പിന്തുണ നൽകുന്നതിൽ ദൈവത്തെ ഉത്തരവാദിയാക്കുന്നത് വലിയ തെറ്റാണ്. നന്മ ചെയ്യുവാൻ ആഗ്രഹമുള്ളവന് എപ്പോഴും സമയമുണ്ട്. എന്നാൽ മനുഷ്യർ തങ്ങളുടെ കൃത്യവിലോപം മറയ്ക്കുന്നതിൽ സമർത്ഥരാണ്. ദൈവത്തിൻ്റെ വേല ചെയ്യാത്ത കുറ്റം നമ്മുടേതാണ്. അത് ദൈവത്തിന്മേൽ ചുമത്തരുത്. ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടിട്ട് ഇപ്പോൾ 16 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ജനം എന്താണ് പറയുന്നത്? ആലയം പണിയുവാനുള്ള കാലം അല്ലെങ്കിൽ സമയം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതേസമയം അവരുടെ ധനം ഉപയോഗിച്ച് ആഡംബരപൂർവമായ സ്വന്തം ഭവനങ്ങൾ അവർ പണിയുന്നു. ദൈവത്തിനുള്ളത് കൊടുക്കാതെ അവനെ അപഹരിക്കുന്നു. അതന്നും ശരിയാണ്, ഇന്നും ശരിയാണ്. ദൈവവേലയ്ക്ക് കൊടുക്കാതെ, ദൈവത്തിനുള്ളത് കൊടുക്കാതെ ആ പണം അപഹരിക്കുക, മോഷ്ടിക്കുക. ഫിലിപ്പിയർ 2:21 അപ്പോസ്തലൻ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, പിന്നെ സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. ഒഴികഴിവ് എപ്പോഴും ദൈവകാര്യങ്ങളിലുള്ള തണുപ്പാണ് കാണിക്കുന്നത്. 4-ാം വാക്യത്തിൽ നമ്മളെന്താ വായിക്കുന്നത്? ഈ ആലയം ശൂന്യമായിരിക്കെ, ഈ ആലയം ശൂന്യമായിരിക്കെ. ഇവിടെ ശൂന്യം എന്ന വാക്ക് യെരുശലേമിൻ്റെ പതനത്തെയാണ് കാണിക്കുന്നത്. ഒന്നാം കാര്യത്തിന് ഒന്നാം സ്ഥാനം നൽകണം. ഇത് കേവലം ഭൗതികമായ വേലയല്ല. അങ്ങനെയാണെങ്കിൽ അത് മാറ്റിവെക്കാൻ കഴിയും. യഹോവയെ ആരാധിക്കുന്ന പ്രശ്നമാണ്. ദൈവഹിതം അനുസരിക്കാതിരിക്കുന്നതിനുള്ള കാരണം പ്രോക്രാസ്റ്റിനേഷനാണ്, മാറ്റിവെക്കലാണ്. നാം എത്രത്തോളം മാറ്റിവെക്കുമോ അത്രത്തോളം അനുസരണവും പ്രയാസമായി വരും. കടപ്പാടുകൾ നമ്മെ അഭിമുഖീകരിക്കുന്നത് ഇന്നാണ്. തിയോഡർ വില്യംസ് എന്നയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: തങ്ങളുടെ മക്കൾക്ക് കൂടിയ സുഖസൗകര്യങ്ങളും കൂടുതൽ വിദ്യാഭ്യാസവും നൽകുവാൻ ആഗ്രഹിക്കുന്നതിനാൽ എത്രയോ യുവദമ്പതികൾ മിഷൻ ഫീൽഡിലേക്ക് വരാതെ ദൈവവിളിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു. വാസ്തവമാണത്. യോഹന്നാൻ 12:26 നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. 1 ശമൂവേൽ 2:30 എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വാഗ്ദത്തമാണ്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നാം 5-ാം വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. കൺസിഡർ യുവർ വേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ എന്ന് പറഞ്ഞാൽ, വിചാരിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം ചിന്തിക്കുക എന്ന അർത്ഥമാണ്. ശ്രദ്ധാപൂർവം ചിന്തിക്കുക. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം മുമ്പാകെ പരിശോധന ചെയ്യുക എന്ന് 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 5-ാം വാക്യത്തിൽ, 7-ാം വാക്യത്തിൽ, 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ, 18-ാം വാക്യത്തിൽ എല്ലാം നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുക എന്ന് വീണ്ടും വീണ്ടും പ്രവാചകൻ
അവരോട് പറയുകയാണ് ചെയ്യുന്നത്. അവരുടെ വഴിതെറ്റിയ മുൻഗണനയും ദൈവിക കാര്യത്തിലുള്ള അവഗണനയും തമ്മിൽ തട്ടിച്ചു നോക്കുവാൻ പ്രവാചകൻ ആവശ്യപ്പെടുന്നു. അവർ ചെയ്തത് ഫലശൂന്യമാണ്. അവരുടെ സ്വാർത്ഥ താൽപരത സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കിയില്ല. 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവർ വളരെ വിതച്ചിട്ടും അല്പമേ കൊയ്യുന്നുള്ളൂ. വളരെ വിതച്ചിട്ടും അല്പമേ കൊയ്യുന്നുള്ളൂ. നാം യെശയ്യാപ്രവചനം 28-ന്റെ 20-ാം വാക്യം നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവരുടെ കട്ടിൽ നീണ്ടു നിവർന്ന് കിടക്കുവാൻ നീളം പോരാത്തതും അവരുടെ പുതപ്പ് അങ്ങും ഇങ്ങും എത്താൻ വീതി പോരാത്തതും ആകുന്നു. സങ്കീർത്തനം 106:15 നമ്മൾ വായിക്കുമ്പോൾ അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവരുടെ ശമ്പളം തുളകളുള്ള സഞ്ചിയിലാണ് അവർ ഇടുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്പാദിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നാണ് അർത്ഥം. അത് ചോർന്നു പോകും. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ ദൈവത്തിനുള്ളത് അപഹരിച്ചാൽ ആ ധനം സഞ്ചിയിലുള്ളത് അത് തുളയുള്ള സഞ്ചിയിലാണ് ഇടുന്നതെന്നാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത്. അത് ചോർന്നു പോകും. അവരുടെ ഈ ആലയപ്പണി എന്ന് പറയുന്നത് അവരുടെ ആത്മീയ നില അളക്കുവാനുള്ള ബാരോമീറ്റർ ആണെന്നാണ് ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ ലഘുവായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കപ്പെടുന്നില്ല. ഉദാഹരണമായി ആഹാരം, വെള്ളം, വസ്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നിർവഹിക്കപ്പെടുന്നില്ല. ആകയാൽ 2:15-17 വാക്യങ്ങളിൽ പ്രവാചകൻ അവരോട് പറയുന്നു, ആകയാൽ നിങ്ങൾ ഇന്നു മുതൽ പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുവീൻ. ആ കാലത്തെ ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തൻ 50 പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ സകല പ്രവൃത്തികളിലും ദണ്ഡിപ്പിച്ചു, എങ്കിലും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. സങ്കീർത്തനം 135-ന്റെ 6-ാം വാക്യത്തിൽ ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അവരുടെ വഴിതെറ്റിയ മുൻഗണന, ദൈവ കാര്യത്തിലുള്ള അവഗണന, അത് തട്ടിച്ചു നോക്കുവാൻ പ്രവാചകൻ അവരോട് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. അവരോട് പറയുന്നത് എന്താണ്? ലെബാനോനിൽ നിന്ന് തടി കൊണ്ടുവരുവാൻ നിർദ്ദേശിക്കുന്നു. അന്നു മാത്രമല്ല, ഇന്നും ദൈവവേല അഗണ്യമാക്കുന്നു. വ്യക്തിപരമായി ഉയരാനുള്ള താല്പര്യം, അതിനുള്ള ബദ്ധപ്പാട് ജീവിതത്തിൽ ഓരോരുത്തരും മുൻതൂക്കം കൊടുക്കുന്നു. വ്യക്തിപരമായി ഉയരണം, മറ്റുള്ളവർ ഉയരുന്നത് പോലെ ഉയരണം ലോകത്തിൽ. അതിനുവേണ്ടിയാണ് കിടന്ന് കഠിനാധ്വാനം ചെയ്യുന്നത്. ദൈവവേല പലപ്പോഴും അഗണ്യമാക്കുകയാണ് ചെയ്യുന്നത്. നാം 10-ാം വാക്യം വായിക്കുന്നു, 1:10. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞു, ഭൂമി അനുഭവം തരുന്നതുമില്ല. അവരുടെ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം ദൈവമാണെന്ന് പ്രവാചകൻ പറയുന്നു. ഇരിമ്യാ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, 2:12. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ആകാശമേ
ഇതിങ്കൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോവുക എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനം 2:13 എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. വേനൽക്കാലത്ത് രാവിലെ ലഭിക്കുന്ന മഞ്ഞ് വിളവിന് വളരെ സഹായകമാണ്. മഞ്ഞ് പരാജയപ്പെട്ടാൽ കൃഷിയും പരാജയപ്പെടും. 1 രാജാക്കന്മാർ 8:35 നമ്മൾ വായിക്കുമ്പോൾ, അവർ നിന്നോട് പാപം ചെയ്യുക കൊണ്ട് ആകാശമടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ പാപങ്ങളെ വിട്ടു തിരികയും ഏറ്റുപറയുകയും ചെയ്താൽ ദേശത്ത് മഴ പെയ്യിക്കും എന്ന് ദൈവം അവരോട് പ്രസ്താവിക്കുന്നു. 11 വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ, ധാന്യം, വീഞ്ഞ്, എണ്ണ ഇവയുടെ മേലും കൈകളുടെ സകല പ്രേതത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. മനുഷ്യരുടെ അവിശ്വസ്തതയുടെ ഫലം മൃഗങ്ങളും അനുഭവിക്കുമെന്ന് നമ്മൾ റോമാലേഖനം 8:22 വാക്യത്തിൽ വായിക്കുന്നു. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായി മറ്റ് ജന്തുക്കൾ കൂടി അതിൻ്റെ വിഷമത അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രവചനത്തിൻ്റെ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന കാര്യം നോക്കുക. സെരുബ്ബാബേലേ, മഹാപുരോഹിതൻ്റെ മകനായ യോശുവയെ ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെടുക. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവൻ്റെ സാന്നിധ്യം, ദൈവിക സാന്നിധ്യം വാഗ്ദത്തങ്ങളുടെ നിറവേറലിൻ്റെ ഉറപ്പ് കൂടിയാണെന്ന് നമുക്കറിയാം. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ധൈര്യപ്പെടുവീൻ. ഇതേ കാര്യം ദാവീദ് ശലോമോനോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ദൈവം യോശുവയോട് പറയുകയുണ്ടായി, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ധൈര്യപ്പെടുക, ഭ്രമിച്ചു നോക്കേണ്ട, അധൈര്യപ്പെട്ടു പോകരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവമക്കളായ നമുക്കും ഇതേ വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ പുറപ്പെട്ട് ദൈവവചനം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ശിഷ്യന്മാരാക്കണം എന്നുള്ള വലിയ കൽപ്പന കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ മക്കളായ നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. ആ വലിയ വേല നാം അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. 2-6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഉടനെയല്ല, കാലക്രമമനുസരിച്ച് ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ പറഞ്ഞിരിക്കുന്നു. ഇത് ഭൂകമ്പത്തെയാണ് കാണിക്കുന്നത്. ഭൂകമ്പത്തെ ദൈവം സീനായിൽ വെളിപ്പെട്ട സമയത്ത് അവിടെ നടന്ന സംഭവം നമുക്കറിയാം. അവിടെ ഭൂമി കുലുങ്ങി ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു എന്ന് സങ്കീർത്തനം 68:8 നമ്മൾ വായിക്കുന്നു. കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയും ആകാശവും ഇളകും. ഇത് ജനത്തെയും ബാധിക്കും. യുദ്ധത്തിന് സകല ജാതികളെയും കൂട്ടി വരുത്തും. കർത്താവ് പറയുന്നത്, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും.
അന്നത്തെ ആലയം കുഞ്ഞാടും സർവശക്തിയുള്ള കർത്താവുമായ യേശു ക്രിസ്തുവാണ്. വരുവാനുള്ള കാലം കുഞ്ഞാട് അതിൻ്റെ വിളക്കായിരിക്കും. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. വെളിപ്പാട് 21:20 മുതൽ 22 മുതൽ 24 വരെ. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. സകല ജാതികളുടെയും സമ്പത്തുകൾ അവിടെ എത്തും. ദൈവം പറയുന്നു, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും. ഒന്നാം ആലയം യഹോവയുടെ തേജസ്സിൻ്റെ മേഘത്താൽ നിറഞ്ഞുവെന്ന് 1 രാജാക്കന്മാർ 8:10-11 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ ഈ ആലയം ക്രിസ്തുവിൻ്റെ തേജസ്സാൽ തൻ്റെ രണ്ടാം വരവിൽ നിറയുമെന്ന് യോഹന്നാൻ 1:14, മലാക്കി 3:1 നമ്മൾ വായിക്കുന്നു. 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഈ സ്ഥലത്ത് സമാധാനം നൽകും. മശിഹാ രാജ്യത്തിലെ അനുഗ്രഹങ്ങൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ സമാധാനം എന്നാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നത് യെരുശലേമാണ്. അത് സമാധാനത്തിൻ്റെ നഗരമാണ് യെരുശലേം. ബാക്കി 21-22 ആകാശത്തെയും ഭൂമിയെയും ഇളക്കുമെന്ന് സെരുബ്ബാബിലോട് പറയുവാൻ ദൈവം ഹഗ്ഗായിയോട് കൽപ്പിക്കുന്നു. ഇവിടെ ആകാശവും ഭൂമിയും എന്ന എബ്രായ ശൈലിക്ക് സൃഷ്ടിക്കപ്പെട്ട സകലവും എന്നാണ് അർത്ഥം. സിംഹാസനങ്ങൾ മറിച്ചിടപ്പെടും. രാജ്യങ്ങളുടെ സൈനിക ശക്തികൾ പൂർണ്ണമായും നശിക്കും. അവരുടെ മധ്യത്തിൽ അരക്ഷിതാവസ്ഥ സംജാതമാകും. ലോകത്തെ ന്യായം വിധിക്കുവാൻ ഉന്നതങ്ങളിൽ നിന്ന് ശക്തിയോടും തേജസ്സോടും ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ പുനരാഗമനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അന്ന് രാജ്യങ്ങൾ അവൻ്റെ കാൽക്കീഴിൽ ചവിട്ടി മെതിക്കപ്പെടും. ഇതെല്ലാം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. ഇതെല്ലാം അക്ഷരപ്രകാരം നിറവേറുവാനായിട്ട് പോവുകയാണ്. നാം ഈ ഹഗ്ഗായിയുടെ പ്രവചനം വായിച്ചാൽ വളരെ നിരാശാജനകമായ കുറിപ്പോടെ ആണിത് ആരംഭിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം വരുമ്പോൾ പ്രത്യാശാനിർഭരമായ വാഗ്ദത്തത്തോടെയാണ് അവസാനിക്കുന്നത്. ദൈവജനത്തിൻ്റെ വലുതും അനുഗ്രഹീതവുമായ ഭാവിയോടെ ഈ പുസ്തകം സമാപിക്കുന്നു. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം മശിഹയാണ്. നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല. നമുക്കൊരു നിലയത്തിൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. നമ്മുടെ മയക്കം, നമ്മുടെ അനാസ്ഥ, നമ്മുടെ മാറ്റിവെക്കൽ, ഇതൊക്കെ ദൈവസന്നിധിയിൽ അത് കുറ്റകരമാണ്, യാതൊരു സംശയവുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒന്നാം സ്ഥാനത്തിന് നാം ഒന്നാം സ്ഥാനം തന്നെ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ എഴുതിയൊരു പാട്ടിൻ്റെ ഒരടി ഇപ്പോൾ കേൾക്കാം. ആടും നവഗാന
ദൈവം ഈ വചനങ്ങളാലും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.